അടുത്ത മുഖ്യമന്ത്രി ആരാവും? അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നതൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ രമേശ് ചെന്നിത്തല ആവട്ടെ എന്നൊരാശംസ നേർന്ന സ്വാഗത പ്രസംഗകന് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ടാഗോർ ഹാളിൽ ഇന്നലെ നടന്ന രവിപ്രഭ എന്ന പരിപാടിയിലാണ് വേദിയിലും സദസ്സിലും ഒരുപോലെ ചിരി പടർത്തിയ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി രമേശ് ചെന്നിത്തല അവർ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വി.ഡി. സതീശൻ സാർ പോയോ? മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്കുള്ള സ്വാഗത പ്രസംഗകന്റെ ഈ ആശംസ. ഇതോടെ സദസ്സിൽ കയ്യടി ഉയർന്നു. വേദിയിൽ ഇരുന്ന അതിഥികളുടെ മുഖത്തും ചിരി പടർന്നു. പിന്നാലെ സദസ്സിനെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി സ്വാഗത പ്രസംഗകന് നൽകിയ മറുപടി ഇങ്ങനെ: ശ്രീ രവിപിള്ളയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വാഗത പ്രാസംഗിനെ കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ പാർട്ടിക്കാരനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും അങ്ങനെ ഒരു കൊടുച്ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം നിർദ്ദേശിക്കാറുള്ളത്. പത്മശ്രീ രവിപിള്ളയെ ആദരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രവിപ്രഭ പരിപാടിയിലാണ് സംഭവം. സ്വാഗത പ്രസംഗത്തിനെത്തിയ സംഘാടക സമിതി ജനറൽ കൺവീനർ ജി രാജ്മോഹനായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പരാമർശിച്ചത്. ഒപ്പം സദസ്സിലേക്ക് നോക്കി വി.ഡി. സതീശൻ സാർ എവിടെ എന്നൊരു ചോദ്യവും. ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള, നടൻ മോഹൻലാൽ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.